അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഞ്ചന നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ബിസിനസ്സിലെ ഒരു ചതി നിങ്ങളെ ഇസ്ലാമിൽ നിന്നും അകറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാർക്കറ്റിൽ നല്ല ധാന്യം വിൽക്കുന്ന കച്ചവടക്കാരനെ കണ്ടു. മാഷാ അല്ലാഹ്, നല്ല ധാന്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പെട്ടെന്ന് വഹി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ധാന്യത്തിനുള്ളിലേക്ക് താഴ്ത്തിയെടുത്തു. താഴെ മുഴുവനും പൊടി പിടിച്ച മോശം ധാന്യം, മുകളിൽ നല്ലത്, താഴെ ചീത്തത്. ആളുകളെ ചതിക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപത്തോടെ പറഞ്ഞു, നീ മുസ്ലിങ്ങളെ വഞ്ചിച്ചു. ഇത് ഖിയാനത്താണ്. ആരെങ്കിലും നമ്മെ വഞ്ചിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഓർക്കുക, ഒരു മുസ്ലിമിനെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ച് ഉറങ്ങുന്നവൻ അള്ളാഹുവിൻ്റെ കോപത്തിലാണ്. അവൻ്റെ വരുമാനത്തിൽ നിന്നും അള്ളാഹു ബർക്കത്ത് എടുത്തു കളയും. അവൻ്റെ ഉപജീവനം തടയും. വഞ്ചിക്കുന്നവൻ ഒരു നാൾ അതേ വഞ്ചന അനുഭവിക്കും. പണം മാത്രമല്ല, കുടുംബത്തിലും അതുണ്ടാകും. മുസ്ലിം സഹോദരനോട് വഞ്ചന കാണിക്കുന്നവൻ മുസ്ലിമല്ല.